നിരത്തിൽ ചീറിപ്പായുന്ന വാഹനങ്ങൾ എനിക്ക് നേരെ വരാൻ മടിക്കുന്നതായി എനിക്ക് തോന്നി. മരണത്തിനെന്നെ കീഴ്പ്പെടുത്താൻ സമയമായില്ലെന്നായിരിക്കാം. കാരണം എൻ്റെ കൈകളാൽ പലതും ചെയ്തു തീർക്കപ്പെടാൻ ഇനിയുമുണ്ട്. പെട്ടെന്നൊരു ദിവസം ആയിരുന്നു എല്ലാം ഇങ്ങനെയായത്. മദ്യലഹരിയിൽ വാഹനമോടിച്ച അച്ഛൻ അങ്ങനെ ഒരു അപകടം പ്രതീക്ഷിച്ചതുമില്ല. അന്ന് അവിടെ വെച്ച് എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടമായി. അമ്മ തളർന്നിരുന്നു, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. ഞാൻ ജോജോ ബി.ടെക് കഴിഞ്ഞ് ഒരു സാധാരണ ജോലിയുമായി ദിനങ്ങൾ തള്ളി നീക്കാൻ ഞാൻ വളരെ പരിശ്രമിച്ചിരുന്നു. ഇപ്പോൾ ആശുപത്രി കിടക്കയിലുള്ള അമ്മയുടെ അടുത്തേക്ക് പോകുന്ന വഴിയാണ്. പുറത്തു നിന്ന് കുറച്ച് മരുന്നുകൾ വാങ്ങാൻ പോയതാണ്. ആശുപത്രി നിശബ്ദമാണ്. അമ്മയെ മറ്റന്നാൾ ഡിസ്ചാർജ് ചെയ്യും എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. ഞാൻ അമ്മയുടെ അടുത്തേക്ക് എത്തിയതും അവിടെ കണ്ട കാഴ്ച എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഒരു നിമിഷം നിശ്ചലമാക്കി. ഏറെ നാളുകൾക്ക് ശേഷമാണ് നിഴൽ ഒരിക്കലും കഥ പറയാറില്ല. അവ കഥകളോട് ചേർന്ന് നിൽക്കുകയേയുള്ളൂ. പക്ഷേ ഒരു നിഴൽ നമ്മെ പിന്തുടരാൻ തുടങ്ങുന്നതോടെ നിഴൽ മാറി. ഭയം നമ്മളെ പിന്തുടരാൻ തുടങ്ങുന്നു. അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു, ഒരു കാർ ആക്സിഡൻറ്റ്.